ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണിത്. മാങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1/2 കിലോ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ 5-6 ചെമ്മീനിൻ്റെ തല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടി 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല റെഡ് കളറ് വേണമെന്നുള്ളവർ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 അല്ലി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 പച്ചമുളക് നടുകെ കീറിയത് വെച്ചിട്ടുണ്ട്. 1 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും, 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോവാത്ത മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. 1.5 മാങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. ചെമ്മീൻ കുറച്ച് വെന്തതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഉടഞ്ഞു പോവാത്ത കൊണ്ടാണ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാതും നല്ലോണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടി ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 15 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കറി ഇവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 4 അല്ലി ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. പുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീനും മാങ്ങയിട്ട കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.